നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതമേ. ഇൻ്റർനാഷണൽ ബ്രേക്കിൽ 2 മത്സരങ്ങൾ കളിക്കാനിരിക്കുകയാണല്ലോ പോർച്ചുഗൽ. ഒന്ന് മെക്സിക്കോക്കെതിരെ, മറ്റൊന്ന് USA-ക്കെതിരെ. 2 വേൾഡ് കപ്പ് കോഹോസ്റ്റുമാർക്കെതിരെയാണ് കളി. മെക്സിക്കോ വേഴ്സസ് പോർച്ചുഗൽ മത്സരം മാർച്ച് 28-നാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് 29-ന് പുലർച്ചെ 6:30-നാണ് കളി. രണ്ടാമത്തെ കളി മാർച്ച് 31-നാണ്. USA വേഴ്സസ് പോർച്ചുഗൽ. ഇന്ത്യൻ സമയം പറയുമ്പോൾ ഏപ്രിൽ 1-ന് പുലർച്ചെ 4:30-നാണ് ആ കളി. അപ്പോൾ ഈ കളികൾക്കുള്ള പോർച്ചുഗലിൻ്റെ സ്ക്വാഡിൽ നിന്ന് ചില സുപ്രധാന താരങ്ങൾ പുറത്താണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമല്ല. ക്രിസ്ത്യാനോ ഓൾറെഡി പുറത്താണെന്ന് നമുക്കറിയാം. ക്രിസ്ത്യാനോ റൊണാൾഡോ, റാഫേൽ ലിയാവോ, റൂബൻ ഡയസ്, ബെർണാഡോ സിൽവ, പലീഞ്ഞ, റോഡ്രിഗോ മോറ, ഡിയേഗോ കോസ്റ്റ, നെൽസൺ സെവേഡോ തുടങ്ങിയവർ പുറത്തായിരിക്കും എന്നാണ് ലഭ്യമാവുന്ന വിവരം. ഇതിലിപ്പോൾ പലർക്കും ഡിയേഗോ കോസ്റ്റ സ്ക്വാഡിൽ ഉണ്ടല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ ഡിയേഗോ കോസ്റ്റയുടെ കാര്യത്തിൽ ഇന്നലെ പുറത്തേക്ക് വന്നിട്ടുള്ള വിവരം, അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ടെസ്റ്റ് നടത്തുകയുണ്ടായി. അദ്ദേഹത്തിന് പകരം ഒരു താരത്തെ ഓൾറെഡി സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഡിയേഗോ കോസ്റ്റയെ സ്ക്വാഡിൽ നിന്ന് കട്ട് ചെയ്തിട്ടില്ല. പക്ഷേ പ്രിക്കോഷനായിട്ട് റിക്കാർഡോ വെൽഹോയെ സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ട്. ടർക്കിഷ് ലീഗിൽ കളിക്കുന്ന റിക്കാർഡോ വെൽഹോ സ്ക്വാഡിലേക്ക് വരുന്നു. ഡിയേഗോ കോസ്റ്റ ആണ് അവരുടെ യൂഷ്വൽ സ്റ്റാർട്ടിംഗ് ഗോൾ കീപ്പർ. പക്ഷേ അദ്ദേഹത്തിന് ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. ഇന്നലെ മെഡിക്കൽ ടെസ്റ്റിന് വിധേയനായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ FC പോർട്ടോക്ക് വേണ്ടിയിട്ടുള്ള പെർഫോമൻസ് പോലും ഈ ഒരു ഫിസിക്കൽ ഇഷ്യൂ കാരണം ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു. ഏതായാലും പകരം താരത്തെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് റോബർട്ടോ മാർട്ടീനസ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പോർച്ചുഗൽ പല പ്രധാന താരങ്ങളും ഇല്ലാതെയാണ് കളിക്കുന്നത്. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലെങ്കിലും അവിടെ പോയി മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. അതിന് സാധിക്കുമെന്ന പ്രതീക്ഷ ബ്രൂണോ ഫെർണാണ്ടസും പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ഇത്തവണ വേൾഡ് കപ്പ് നേടുക, അത് മാത്രമാണ് പോർച്ചുഗീസ് ദേശീയ ടീമിൻ്റെ ലക്ഷ്യം. ക്രിസ്ത്യാനോ റൊണാൾഡോയെ വേൾഡ് കപ്പും കൊണ്ട് ദേശീയ ടീമിൽ നിന്ന് യാത്രയാക്കണം. അതിനവർക്ക് സാധിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള ഈ ഇൻ്റർനാഷണൽ ബ്രേക്ക് വളരെ പ്രധാനമാണ്. മികച്ച പെർഫോമൻസ് നടത്തി ടീമിലെ ഇടം അരക്കിട്ടുറപ്പിക്കാനായിരിക്കും താരങ്ങൾ ശ്രമിക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.